നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഷ്യൂസ് ഇൻ നോളജ് റെപ്രസെൻറ്റേഷൻ ആണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ ഫസ്റ്റ് 2 ഇഷ്യൂസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ഇഷ്യൂ ആണ്. ദാറ്റ് ഈസ് അറ്റ് വാട്ട് ലെവൽ ഷുഡ് നോളജ് ബി റെപ്രസെൻറ്റഡ്? Is there a good set of primitives into which all knowledge can be broken down, or is it helpful to use such primitives? So ഈ ഒരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ choosing the granularity of representation. അപ്പോൾ consider the example John spotted Sue. John spotted Sue എന്ന് പറയുന്നത് നമുക്ക് predicate calculus ഫോമിൽ റൈറ്റ് ചെയ്യുന്ന സമയത്ത് we can write into spotted of agent John, object Sue. അത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ spotted John, Sue. That can be read as John spotted Sue. അപ്പോൾ ജോൺ സ്പോട്ടഡ് സ്യൂ എന്ന് പറയുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസിനെ നമ്മൾ പ്രെഡിക്കേറ്റ് ലോജിക്കിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വി ക്യാൻ ഈസിലി ആൻസർ ദ ക്വസ്റ്റ്യൻ ഹൂ സ്പോട്ടഡ് സൂ. ദാറ്റ് ക്യാൻ ബി ആൻസർഡ് ബൈ എന്താണ് ജോൺ സ്പോട്ടഡ് സ്യൂ. ബട്ട് നമുക്കവിടെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. ദാറ്റ് ഈസ് ഡിഡ് ജോൺ സീ സ്യൂ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കറിയാം സ്പോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആണ് സി സ്യൂ എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി യെസ് ആണ് അതിൻ്റെ ആൻസർ. പക്ഷേ അങ്ങനെ ഒരു കാര്യം നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതായത് ജോൺ സ്പോട്ടഡ് സ്യൂവിന് നിന്നും നമുക്ക് ആ ഒരു ഡിഡ് ജോൺ സി സ്യൂ എന്നുള്ളതിനൊരു ആൻസർ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ നമ്മളതിനെ ഒന്ന് ആ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? എക്സ് സ്പോട്ടഡ് വൈ ഇംപ്ലൈസ് എക്സ് സോ വൈ. ദറ്റ് ഈസ് സ്പോട്ടഡ് ഓഫ് എക്സ് വൈ ഇംപ്ലൈസ് സോ എക്സ് വൈ. ദറ്റ് ഈസ് ഇഫ് എക്സ് സ്പോട്ടഡ് വൈ ദെൻ എക്സ് സോ വൈ എന്നുള്ള ഇംപ്ലിക്കേഷൻ നമ്മൾക്കിവിടെ കൺസിഡർ ചെയ്യാണ്. ഹിയർ അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആൻസർ ജോൺ സ്പോട്ടഡ് അല്ലെങ്കിൽ ജോൺ സ്പോട്ടഡ് സ്യൂ എന്നുള്ളതിൻ്റെ ആൻസറായിട്ട് നമുക്ക് കിട്ടും ജോൺ സോ സ്യൂ. സോ അങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് ഈ ഒരു ആൻസർ നമുക്ക് ഈസി ആയിട്ട് പറയാം. പക്ഷേ അവിടെ നമുക്ക് ഈ സ്പോട്ടിംഗ് എന്ന് പറയുന്നത് റിയലി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സീയിങ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? സോ ഏജന്റ് ജോൺ object Sue at a particular time span briefly. That is John saw Sue at a particular time. ഇവിടെ നമ്മൾ ഈ ഒരു ഐഡിയ ജോൺ സ്പോട്ടഡ് എന്നുള്ള ഒരു ഐഡിയനെ കുറച്ചുകൂടി മോർ പ്രിമിറ്റീവ് കൺസെപ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രിമിറ്റീവ് ആയിട്ടുള്ള സോവും ടൈം സ്പാൻ അല്ലെങ്കിൽ സീയിങ് എന്ന് പറയുന്നതും ടൈം സ്പാനും നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അതായത് നമ്മൾ സ്പോട്ടഡ് എന്ന് പറയുന്ന ഒരു ജനറൽ കേസിനെ 2 പ്രിമിറ്റീവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദാറ്റ് ഈസ് സീയിങ് എന്ന് പറയുന്ന പ്രിമിറ്റീവും ടൈം സ്പാൻ എന്ന് പറയുന്ന പ്രിമിറ്റീവും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജോൺ സോ ഒബ്ജക്റ്റ് സ്യൂ. ദെൻ ഈ ഒരു ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷനിൽ ദ ഫാക്ട് ദാറ്റ് ജോൺ സ്യൂ സീ ഈസ് ഇമ്മീഡിയറ്റ്ലി ആക്സസിബിൾ ആണ്. പക്ഷേ ഹിയർ നമുക്ക് അവിടുത്തെ ഫാക്ട് ദാറ്റ് ജോൺ സ്പോട്ടഡ് സ്യൂ ഈസ് മോർ ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ആണ്. ഇങ്ങനെ ഒരു ടൈം അതായത് നമ്മളൊരു പ്രിമിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ആ ജനറൽ കൺസെപ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഈ ഒരു മേജർ അഡ്വാൻറ്റേജ് ഓഫ് കൺവേർട്ടിങ് ദീസ് ഓൾ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടു സ്മോൾ സെറ്റ് ഓഫ് പ്രിമിറ്റീവ് ഇസ് ദാറ്റ് ദ റൂൾസ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഡിറൈവ് ഇൻഫറൻസ് ഫ്രം ദ നോളജ് നീഡ് ടു ബി റിട്ടൺ ഓൺലി ഇൻ ടേംസ് ഓഫ് ദ പ്രിമിറ്റീവ്സ്. സോ നമുക്ക് ഈ ഇൻഫറൻസ് റൂൾസ് നമ്മൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഈസിയാണ്. സ്മോൾ സെറ്റ് ഓഫ് പ്രിമിറ്റീവ്സ് എന്ന് റൂൾസ് അപ്ലൈ ചെയ്തിട്ട് നോളജ് ഡിറൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. നമ്മൾ സാധാരണയായിട്ട് ഒറിജിനലി റെപ്രസെൻ്റ് ചെയ്ത നോളജിനേക്കാളും ഈസിയാണ് നമ്മൾ ഈ പ്രിമിറ്റീവ് സെറ്റായിട്ട് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റൂൾ അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ദർ ആർ സെവറൽ പ്രോബ്ലംസ് അറൈസിങ്. ദേ ആർ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാണ്. ഹൈ ലെവൽ മെത്തേഡ്സിനെ വി ആർ റെപ്രസെൻറ്റിങ് യൂസിങ് സിമ്പിൾ ലോ ലെവൽ പ്രിമിറ്റീവ്സ്.
അപ്പോൾ we require a lot of storage space. ദാറ്റ് ഈസ് ഒരു ജനറൽ കൺസെപ്റ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ജോൺ സ്പോട്ടഡ് സ്യൂ എന്നുള്ള ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ എന്ത് പറഞ്ഞിട്ടാണ്? സോ ഏജൻറ്റ് ജോൺ ഒബ്ജക്റ്റ് സ്യൂ ടൈം സ്പാൻ ബ്രീഫ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള മെസ്സേജസ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ലാർജ് മെമ്മറി ആവശ്യം വരും. അതിൽ തന്നെ പകുതി നമ്മൾ എന്ത് ചെയ്യാണ്? വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മോസ്റ്റ് സ്റ്റോറേജ് നമ്മൾ വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഹൈ ലെവൽ കൺസെപ്റ്റ് മോർ ദാൻ 1 ടൈംസിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള അപ്പിയർ ചെയ്യും. അങ്ങനെയുള്ള സമയത്ത് നമ്മളിങ്ങനത്തെ പ്രിമിറ്റീവ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. ഇനി സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണയായിട്ട് നോളജിനെ നമ്മൾ ഇനിഷ്യലി പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഹൈ ലെവൽ ഫോമിലായിരിക്കും. സാധാരണയായിട്ട് സച്ചസ് ഇംഗ്ലീഷിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഹൈ ലെവൽ ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ വി റിക്വയർ സബ്സ്റ്റാൻഷ്യൽ വർക്ക് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ നോളജ് ഇൻ ടു പ്രിമിറ്റീവ് ഫോം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, തേർഡ് പ്രോബ്ലം ഇസ് ദാറ്റ് മെനി domains have not a clear idea that what the primitive should be. സോ പ്രിമിറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടീഡിയസ് ടാസ്ക്കാണ്. അപ്പോൾ സാധാരണയായിട്ട് സെറ്റ് ഓഫ് പ്രിമിറ്റീവ്സ് കൂടുതൽ കാണുന്ന ഡൊമൈൻസിൽ പോലും ദേ ആർ ദ പ്രിമിറ്റീവ് വൺസ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇനഫ് ഇൻഫർമേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഹൈ ലെവൽ കൺസ്ട്രക്റ്റിനെ വി ഹാവ് ടു എനേബിൾ ദം ടു ബി കൺവേർട്ടഡ് ഇൻ ടു ദ പ്രിമിറ്റീവ് കമ്പോണൻസ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്, ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ. Here we want to represent the fact that Mary is Sue's cousin. Mary is Sue's cousin റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ മേരി ഈസ് Sue's cousin ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് വി കൺസിഡർ സെറ്റ് ഓഫ് primitives such as mother, father, son, daughter, brother and sister. അപ്പോൾ ഈ പ്രിമിറ്റീവ് വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ റൈറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് കസിൻ റിലേഷൻഷിപ്പിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്? മേരി ഈസ് ഈക്വൽ ടു ഡോട്ടർ ഓഫ് ബ്രദർ ഓഫ് മദർ ഓഫ് സ്യൂ. ദാറ്റ് ഈസ് സ്യൂസിൻ്റെ മദറിൻ്റെ ബ്രദറിൻ്റെ ഡോട്ടറാണ് മാരി. ദാറ്റ് ഈസ് എ വൺ ഓഫ് കസിൻ റിലേഷൻ. സ്യൂയുടെ മദറിൻ്റെ ബ്രദറിൻ്റെ ഡോട്ടർ ഇസ് മേരി. ദാറ്റ് ഈസ് വൺ റെപ്രസെൻറ്റേഷൻ. ഇനി അനദർ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? മദറിൻ്റെ സിസ്റ്ററിൻ്റെ ഡോട്ടർ ആവാം മേരി, അല്ലേ? അപ്പോൾ സ്യൂസ് മദേഴ്സിൻ്റെ സിസ്റ്റർ ഓഫ് ഡോട്ടർ ആവാം മേരി. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് രണ്ട് റെപ്രസെൻറ്റേഷൻ വന്നു, വൺ ബ്രദർ ആൻഡ് ദ വൺ സിസ്റ്റർ. ഇനി മാരി ഈസ് ഈക്വൽ ടു ഇനി എന്താവാം? ഫാദറിൻ്റെ ബ്രദറിൻ്റെയോ അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെയോ മകളാവാം. അത് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? മാരി ഈസ് ഈക്വൽ ടു ഡോട്ടർ ഓഫ് ബ്രദർ ഓഫ് ഫാദർ ഓഫ് സ്യൂ. ദാറ്റ് ഈസ് സ്യൂസിൻ്റെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ ഡോട്ടറാണ് മേരി. ഇനി അതല്ലെങ്കിൽ എന്താണ്? സ്യൂയുടെ ഫാദറിൻ്റെ സിസ്റ്ററിൻ്റെ ഡോട്ടർ ആവാം മേരി. ഇതിപ്പോൾ നമുക്ക് പറയാം മേരി എന്ന് പറയുന്നത് ഒരു ഫീമെയിലാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനി സപ്പോസ് നമുക്ക് അറിയില്ല മേരി എന്ന് പറയുന്നത് ഫീമെയിലാണോ മെയിലാണോ എന്ന് അറിയില്ലെങ്കിൽ ഇതേപോലെ അനദർ 4 റിലേഷൻഷിപ്പ് കൂടി നമുക്കിവിടെ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ഡോട്ടർ നമ്മളവിടെ സണ്ണ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ചെറിയ കാര്യം റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു പ്രിമിറ്റീവ് സെറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൂടുതൽ റെപ്രസെൻറ്റേഷൻ ആവശ്യം വരുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്കിവിടെ ചോയ്സ് ഒന്നുമില്ല, എല്ലാം റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. വി ഹാവ് നോ ചോയ്സ് ബട്ട് ടു റെപ്രസെൻറ്റ് ദ ഫാക്ട് യൂസിങ് നോൺ പ്രിമിറ്റീവ് റിലേഷൻ കസിൻ. അങ്ങനെ ഒരു നോൺ പ്രിമിറ്റീവ് റിലേഷൻ കസിൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ കുറച്ചുകൂടി ജനറൽ ടേമിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് പാരൻറ്റ്, ചൈൽഡ്, സിബ്ലിംഗ്, മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് കുറച്ചുകൂടി ജനറൽ ടേമിലേക്ക്. ഇൻസ്റ്റെഡ് ഓഫ് ഫാദർ, മദർ, സ്യൂ, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, സൺ, ഡോട്ടർ എന്നൊക്കെ ഉള്ള കേസിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഒരു ജനറൽ ഫോമിലേക്ക് മാറുകയാണ്. That is parent, child, sibling, male and female. Then we can write Mary as whose cousin would be Mary is equal to child of sibling of parent, Sue, parent of Sue.
അപ്പോൾ സ്യൂടെ പാരൻറ്റിൻ്റെ എന്താണ് സിബ്ലിംഗ് ആണ്, സിബ്ലിങ്ങിൻ്റെ ചൈൽഡാണ് എന്ത് പറയുന്നത് മേരി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മേരി ഈസ് ദ ചൈൽഡ് ഓഫ് സിബ്ലിംഗ് ഓഫ് പാരൻ്റ് ഓഫ് സ്യൂ. ദാറ്റ് ഈസ് സ്യൂസിൻ്റെ പാരൻറ്റ് ക്യാൻ ബി ഫാദർ ഓർ മദർ ആവാം. ആൻഡ് സിബ്ലിംഗ് ആണ്, സിബ്ലിംഗ് എന്ന് പറയുമ്പോൾ അച്ഛൻ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ സിബ്ലിംഗ്. ദാറ്റ് സിബ്ലിംഗ് ക്യാൻ ബി ഐദർ ബ്രദർ ഓർ സിസ്റ്റർ. സോ അവരുടെ ചൈൽഡ് ക്യാൻ ബി സൺ ഓർ ഡോട്ടർ. അപ്പോൾ ഈ നേരത്തെ നമ്മൾ റൈറ്റ് ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ജനറൽ ഫോമിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ഡൊമൈൻ, നമുക്കിവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു സിമ്പിൾ ഡൊമൈനിൽ നമുക്കൊരു കറക്റ്റ് സെറ്റ് ഓഫ് പ്രിമിറ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓബ്വിയസ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡ് ഇഷ്യൂ. ദാറ്റ് ഈസ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്ന ഇന്നത്തെ സെക്കൻഡ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളെ ഫോർത്ത് ഇഷ്യൂ. ദാറ്റ് ഈസ് ഹൗ ഷുഡ് സെറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ് ബി റെപ്രസെൻറ്റഡ്. ഒബ്ജക്ട്സിനെ സെറ്റ്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ്സ് ഓഫ് ഒബ്ജക്ട്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സെവറൽ റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സം പ്രോപ്പർട്ടീസ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സെറ്റിലായിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് പ്രോപ്പർട്ടീസ് ട്രൂ ഫോർ ഹോൾ ഓഫ് ദ സെറ്റ്. അത് ഹോൾ ഓഫ് ദ സെറ്റായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ മാത്രമേ അത് ട്രൂ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് എടുക്കുന്ന സമയത്ത് ദാറ്റ് കനോട്ട് ബി അതിനെ അപ്ലൈ ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ ഉണ്ടാവുന്ന കേസിൽ നമ്മൾ സെറ്റായിട്ട് കൺസിഡർ ചെയ്യും. ഇനി അതല്ല, സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എല്ലാ എലിമെൻസിനും ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ട്രൂ ആണ്. ആ പ്രോപ്പർട്ടി പോസസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരു സെറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ ഒരു സെറ്റായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻഡിവിജ്വൽ എലിമെൻസിന് ഇത് ഇങ്ങനെ ഓരോന്നിനും ട്രൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിൽ എളുപ്പം നമുക്കതൊരു സെറ്റായിട്ട് ഡിഫൈൻ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മളിവിടെ റെപ്രസെൻറ്റ്സ് ഡിഫറെൻറ്റ് ഫാക്ട്സ് ആണ്. അപ്പം ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമുക്ക് 3 വേസിൽ നമുക്ക് സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ പഠിച്ചതാണ് സെറ്റ് റെപ്രസെൻറ്റേഷൻ. സെറ്റിനെ ഫസ്റ്റ് നമുക്ക് ബൈ യൂസിങ് ഒരു പർട്ടിക്കുലർ നെയിം ഉപയോഗിച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എക്സാമ്പിൾ, നമ്മൾ ബേസ്ബോൾ പ്ലെയറുടെ സെമാൻറ്റിക് നെറ്റ്വർക്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ നോഡ് നെയിംഡ് ബേസ്ബോൾ പ്ലെയർ. ദാറ്റ് ഈസ് എ ബേസ്ബോൾ പ്ലെയർ എന്ന് പറയുന്നത് സെറ്റിൻ്റെ നെയിമാണ്. അതുപോലെ ബോൾ ബാറ്റർ എന്നൊക്കെ പറയുന്നത് ഇസ് എ സെറ്റ് നെയിമാണ്. ദാറ്റ് റെപ്രസെൻറ്റ് ലിസ്റ്റ് ഓഫ് പ്ലെയേഴ്സ്. ഇപ്പോൾ ബേസ്ബോൾ പ്ലെയർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നെയിം അത് സെറ്റ് ഓഫ് ബേസ്ബോൾ പ്ലെയേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന മെത്തേഡാണ്. സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ വി ലിസ്റ്റ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ്, ഹോൾ മെമ്പേഴ്സ്. ഇപ്പോൾ സെറ്റ് 1 2 3 4 5 6 പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആസ് ദ സെക്കൻഡ് മെത്തേഡാണ്. ലിസ്റ്റ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ സെറ്റ്. അതിനെ നമ്മൾ അനദർ നെയിം നമ്മൾ കോൾ ചെയ്യുന്നത് എക്സ്റ്റൻഷണൽ ഡെഫിനിഷൻ എന്ന് പറയും. എക്സ്റ്റൻഷണൽ ഡെഫിനിഷൻ ഓഫ് സെറ്റ്. ഇനി തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വി റൈറ്റ് ഇറ്റ് ആസ് എ റൂൾ, പ്രൊവൈഡ് എ പർട്ടിക്കുലർ റൂൾ ഇൻ ഓർഡർ ടു ഒബ്ജക്റ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ട്രൂ. ദെൻ ട്രൂ ആണെങ്കിൽ മെമ്പർ ഓഫ് ദ സെറ്റ് ആണ്, ഇനി ഫോൾസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഇൻ ദി സെറ്റ്. സച്ച് എ റൂൾ ഈസ് കോൾഡ് ഇൻറ്റൻഷണൽ ഡെഫിനിഷൻ. അപ്പോൾ എക്സ്റ്റൻഷണൽ ഡെഫിനിഷനും ഉണ്ട്, ഇൻറ്റൻഷണൽ ഡെഫിനിഷനും ഉണ്ട്. അതേപോലെ സെറ്റിനെ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ബൈ എ നെയിം, ഒരു പർട്ടിക്കുലർ നെയിം ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ദീസ് ആർ ദ 3 ways ടു റെപ്രസെൻറ്റ് എ സെറ്റ്. അപ്പം നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദാറ്റ് ഈസ് സെറ്റ് റെപ്രസെൻറ്റേഷന് ഇൻറ്റൻഷണൽ ഡിസ്ക്രിപ്ഷനും എക്സ്റ്റൻഷണൽ ഡിസ്ക്രിപ്ഷനും. അപ്പോൾ ഹിയർ നമ്മളൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നത് sun's planet on which people live. sun's planet on which people live. അപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷണൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓരോ മെമ്പേഴ്സിനെയും
ലിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പീപ്പിൾ ലീവ് ചെയ്യുന്നത് സൂര്യൻ്റെ ഒരേ ഒരു പ്ലാനറ്റിലേ ഉള്ളൂ, ദാറ്റ് ഈസ് എർത്ത്. അപ്പോൾ നമ്മൾ സെറ്റ് നൊട്ടേഷൻ വെച്ചിട്ട് എർത്തിനെ ലിസ്റ്റ് ചെയ്തു. ഇനി ഇൻറ്റൻഷണൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റൈറ്റ് ചെയ്യാം? എക്സ് വേർ സൺ പ്ലാനറ്റ് ഓഫ് എക്സ് ആൻഡ് ഹ്യൂമൻ ഇൻഹാബിറ്റഡ് എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സണ്ണിൻ്റെ പ്ലാനറ്റുമാണ് ആൻഡ് ഓൾസോ ദർ ഈസ് എ ഹ്യൂമൻ ഇൻഹാബിറ്റഡ് ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് നമുക്കുള്ള സണ്ണിൻ്റെ പ്ലാനറ്റും അതിൽ ഹ്യൂമൻ ഇൻഹാബിറ്റഡും ആയിട്ടുള്ളത് ഏതിന് മാത്രമേ ട്രൂ ഉള്ളൂ? എർത്തിന് മാത്രമേ ട്രൂ ഉള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ദ സെറ്റ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം കുറേ അറിയാം. അപ്പോൾ എക്സ് വേർ എക്സ് ഈസ് എ നമ്പർ, അല്ലെങ്കിൽ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യാറുണ്ട് 1 to 10 വരെയുള്ള നമ്പേഴ്സിനെ. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമ്മുടെ ഈ 3 മെത്തേഡിൽ നമ്മൾ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു.